സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ പൈ ബൈ എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് 0 ഫോർ എക്സ് ഈക്വൽ ടു 0. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എഫ് ഈസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് എഫ് ഈസ് കണ്ടിന്യൂസ് നോട്ട് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് എഫ് ഈസ് ബൗണ്ടഡ് ആൻഡ് ബൗണ്ടഡ് വേരിയേഷൻ. തേർഡ് ഓപ്ഷൻ പറയുന്നത് എഫ് ഈസ് നെയ്തർ കണ്ടിന്യൂസ് നോർ ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. ഫോർത്ത് ഓപ്ഷൻ എഫ് ഈസ് ബൗണ്ടഡ് കണ്ടിന്യൂസ് ആൻഡ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ അറിയാൻ രണ്ട് റിസൾട്ട് ആണ്. ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ്, ആ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഫംഗ്ഷൻ എവിടെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്? ബാക്കിയല്ല, 0 അല്ലാത്ത എല്ലാ ഭാഗത്തും കണ്ടിന്യൂസ് ആണ് നമുക്ക് ഉറപ്പാണ് അല്ലെ? കാരണം എക്സ് എന്നുള്ളത് കണ്ടിന്യൂസ്, സൈൻ പൈ ബൈ എക്സ് എന്നുള്ളത് 0 അല്ലാത്ത ബാക്കി എല്ലാ ഭാഗത്തും എന്താണ്? കണ്ടിന്യൂസ്. ഓക്കെ, സൈൻ പൈ ബൈ എക്സ് എന്നുള്ളത് 0 അല്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളിലും കണ്ടിന്യൂസ് ആണ്. 1 മിനിറ്റ് കേട്ടോ, ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എവിടെയാണ് 0-ൽ മാത്രം എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എന്താ പറയാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ലിമിറ്റ് എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ പൈ ബൈ എക്സ് ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കണം. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ പൈ ബൈ എക്സ് ഈക്വൽ ടു 0 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു റിസൾട്ട് യൂസ് ചെയ്യാണ്. ഈ റിസൾട്ട് വേറെ ആവശ്യം വരും, അതുകൊണ്ടാണ് റിസൾട്ട് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ലിമിറ്റ് കാണാം. ഇഫ് ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് വിചാരിക്കാം. ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എച്ച് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ജി ഓഫ് എക്സ് ഈക്വൽ ടു 0യും ആണ്. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ജി ഓഫ് എക്സ് ഈക്വൽ ടു 0യും. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദിസ് ഇസ് ദ റിസൾട്ട്. ഓക്കെ, മോഡുലസ് ഓഫ് എച്ച് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ നോക്കൂ, ഇവിടെ സൈൻ പൈ ബൈ എക്സ് അല്ലേ? സൈൻ പൈ ബൈ എക്സ് എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. മോഡുലസ് ഓഫ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ സൈൻ പൈ ബൈ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് എന്താണ്? 0 ആണ്. ട്രിവിയലി ട്രൂ. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ഇൻറ്റു സൈൻ പൈ ബൈ എക്സ് by using this result, this is equal to 0, this is equal to എന്താണ്? f of 0. ഓക്കെ, f of 0 x equal to 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തു. സോ അത് പ്രകാരം നമുക്ക് എന്ത് പറയാം? f of x is continuous. f of x എന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഓപ്ഷൻ സി ഫാൾസ് ആണെന്ന് പറയാം. ഇനി പറയുന്ന റിസൾട്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഈ ഒരു രൂപത്തിലാണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സം എ ആയാലും സം ബി ആയാലും കുഴപ്പമില്ല, ഏത് വാല്യൂ ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ സം ബി ആയാലും എന്തില്ല, നമുക്ക് നോ പ്രോബ്ലം. സം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ ആൽഫ സൈൻ ബി ബൈ എക്സ് പവർ ബീറ്റ ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് 0 ഫോർ എക്സ് ഈക്വൽ ടു 0 ഈസ് ബൗണ്ടഡ് വേരിയേഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ബീറ്റ. ആൽഫ എന്നുള്ളത് ബീറ്റയേക്കാൾ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? ഈ ഫോമിലുള്ള ഫംഗ്ഷൻസ് ബൗണ്ടഡ് വേരിയേഷൻസ് ആവുന്നുള്ളൂ. ഈ ഫോമിൽ എന്ന് പറയുമ്പോൾ ഇവിടെ സൈനിന് പകരം കോസ് വന്നു കഴിഞ്ഞാലും, ഇൻസ്റ്റെഡ് ഓഫ് സൈൻ കോസ് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് ഇതേ റിസൾട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആൽഫ എന്താവണം? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ബീറ്റ ആവണം. ഇവിടെ നോക്കൂ, ഈ ഫംഗ്ഷൻ നോക്കൂ, ആൽഫ ഈക്വൽ ടു, ഇവിടെ ആൽഫ എന്നുള്ളത് എന്താണ്? 1 ആണ്, ബീറ്റയും 1 ആണ്. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ അല്ല, അല്ലെ, ഈക്വൽ ആണ്. സോ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ് വേരിയേഷൻ. ഓക്കെ, എഫ് ഈസ് കണ്ടിന്യൂസ് ആണ്, പക്ഷെ എന്തല്ല? ബൗണ്ടഡ് വേരിയേഷൻ അല്ല. ഓക്കെ, നിങ്ങളുടെ നിങ്ങളുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എഫ് ഈസ് സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് എഫ് ഈസ് ബൗണ്ടഡ് ആൻഡ് നോട്ട് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ എന്നാണ്. അങ്ങനെ വരുമ്പോൾ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ട്രൂ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ട്രൂ ആയിട്ട് വരും.
അപ്പോൾ ക്വസ്റ്റ്യനിൽ വന്ന് മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ അപ്പോൾ ഓപ്ഷൻ മാറ്റി എഴുതിയിട്ടുള്ളതാണിത്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു എവറി അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആർ ബൗണ്ടഡ് വേരിയേഷൻ. സോ ഇറ്റ്സ് എ ഡയറക്റ്റ് റിസൾട്ട്. ഓക്കെ, എല്ലാ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻസും എന്താണ്? ഫംഗ്ഷൻസ് ഓഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എ നോൺ മെഷറബിൾ സെറ്റ് എ ഓഫ് ആർ. ഫസ്റ്റ് അപ്പോൾ നമുക്കൊരു എ സബ്സെറ്റ്, ആറിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള എ കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? നോൺ മെഷറബിൾ സെറ്റ് ആണ്. ഓക്കെ, നോൺ മെഷറബിൾ സെറ്റ് ആണ്. കാരണം അങ്ങനെ ഒരു നോൺ മെഷറബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിസൾട്ട് ആണ് ദർ എക്സിസ്റ്റ് എ നോൺ മെഷറബിൾ സെറ്റ്. അതുകൊണ്ട് അതിന്റെ എക്സിസ്റ്റൻസ് ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എ യൂണിയൻ ബി ഈസ് നോൺ മെഷറബിൾ ഫോർ എവറി ബി സബ്സെറ്റ് ഓഫ് ആർ. സെക്കൻഡ് ഓപ്ഷൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് മെഷറബിൾ ഫോർ സം ബി സബ്സെറ്റ് ഓഫ് ആർ, ഫോർ സം ബി സബ്സെറ്റ് ഓഫ് ആർ. ഓക്കെ, നോട്ട് ദാറ്റ്. നെക്സ്റ്റ് 3, എ പ്ലസ് എക്സ് ഈസ് മെഷറബിൾ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ. ഓക്കെ, അതും നോട്ട് ചെയ്യണം, ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ എന്നുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഏതാണ് ട്രൂ എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് മെഷറബിൾ സെറ്റ്? നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്താണ് മെഷറബിൾ. ഒരു സെറ്റ് ഇ എന്നുള്ളത് ഈസ് ലെബേക്ക് മെഷറബിൾ എന്ന് എപ്പോഴാണ് പറയുക? ലെബേക്ക് മെഷറബിൾ if for every a subset of r, for every a subset of r. ഓക്കെ, ഇവിടെ a ഉപയോഗിക്കണ്ട, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പം ബുദ്ധിമുട്ടാവും. ഓക്കെ, if for every b subset of r, measure of b equal to measure of a, sorry, b intersection e plus measure of b intersection e complement എന്നാവണം. ഓക്കെ, measure of b equal to measure of b intersection e plus measure of b intersection e complement ആണ്. ഈ ഒരു ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ എന്ന സെറ്റിനെയാണ് നമ്മൾ ലെബേക്ക് മെഷറബിൾ പറയുന്നത്. ഓക്കെ, ഈ ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റുകളെയാണ് നമ്മൾ ലെബേക്ക് മെഷറബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, എ എന്നുള്ളത് നോൺ മെഷറബിൾ ആണ്. എ യൂണിയൻ ബി ഈസ് നോൺ മെഷറബിൾ ഫോർ എവറി ബി സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഫാൾസ് ആണെന്ന് തെളിയിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ബി എടുക്കുക, ആറിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബി എടുക്കുക, അതിന് എ യൂണിയൻ ബി മെഷറബിൾ ആണെന്ന് തെളിയിച്ചാൽ മതി. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ബി ഈക്വൽ ടു എന്തെടുത്താലാ കിട്ടുക നിങ്ങൾക്ക് തോന്നുന്നത്? ബി ഈക്വൽ ടു ഞാൻ എടുക്കുന്നത് 6 തന്നെ എടുത്തു. ബി ഈക്വൽ ടു 6 ആയിട്ട് എടുത്തു. കാരണം ബി പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് നമ്മളോട് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് എടുക്കാം, അവിടെ എന്ത് പറയാം, ബി ഈക്വൽ ടു 6 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ട് അബൌട്ട് എ ഇന്റർസെക്ഷൻ, സോറി എ യൂണിയൻ ബി ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. then എ യൂണിയൻ ബി ഈക്വൽ ടു എ യൂണിയൻ ആർ എന്ന് കിട്ടി. എ യൂണിയൻ ആർ. വാട്ട് ഇസ് എ യൂണിയൻ ആർ? ദിസ് ഇസ് ഈക്വൽ ടു ആർ. ആറ് മെഷറബിൾ ആണോ? ആറ് മെഷറബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മെഷറബിൾ ആണ്. ആറ് മെഷറബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ഏത് ഫോർ എനി ലെറ്റ് ഓക്കെ ഫോർ എനി സെറ്റ് ബി ഈക്വൽ ടു ആറ് ഞാൻ ഇവിടെ എടുത്തു. നൊട്ടേഷനിൽ വ്യത്യാസം വരണ്ട. ലെറ്റ് സബ്സെറ്റ് ഓഫ് ആർ എടുത്തു. ഓക്കെ, ഇവിടെ ബി ഉണ്ടല്ലേ. ഓക്കെ, ഞാനിവിടെ നൊട്ടേഷനിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ മാറ്റി. ബി ഉള്ളത് ആലോചിച്ചിട്ടില്ല. സോ ഇവിടെ സി ആയിട്ട് എടുക്കാം. കേട്ടെ, സി ഇന്റർസെക്ഷൻ ഇ, സി ഇന്റർസെക്ഷൻ ഇ കോംപ്ലിമെന്റ് ഫോർ എവരി ബി. ഓക്കെ, സി സബ്സെറ്റ് ഓഫ് ആർ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് മെഷർ ഓഫ് ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാം അല്ലെ? മെഷറബിൾ ആണെന്ന് തെളിയിക്കാൻ, മെഷറബിൾ സെറ്റ് ആണെന്ന് തെളിയിക്കാൻ ഈക്വാലിറ്റി സാറ്റിസ്ഫൈ. മെഷർ ഓഫ് സി ഇന്റർസെക്ഷൻ, ഓക്കെ, ഇ ആയിട്ട് ഇവിടെ എന്താണുള്ളത്? ആറാണുള്ളത്. പ്ലസ് മെഷർ ഓഫ് സി ഇന്റർസെക്ഷൻ ആർ കോംപ്ലിമെന്റ്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു what is C intersection R? This is measure of R. Measure of R plus measure of what is C intersection R complement? R complement എന്താണ്? 5 ആണ്. C intersection 5 എന്ത് വരും? 5 വരും. So measure of 5.
നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഔട്ടർ മെഷർ ഓഫ് ഫൈ. ഔട്ടർ മെഷർ ഓഫ് ഫൈ ഈസ് 0. സോ ദിസ് ഇസ് ഈക്വൽ ടു മെഷർ ഓഫ് ആർ. സോ ഈ ഈക്വാലിറ്റി എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. സോറി, ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പ്രൂഫിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മെഷർ ഓഫ് ആർ എന്നല്ല, മെഷർ ഓഫ് സി എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. സി ഇന്റർസെക്ഷൻ ആർ എന്നുള്ളത് സി ആണ്. സോറി, ഒരു മിസ്റ്റേക്ക് വന്നാണ്. സി ഇന്റർസെക്ഷൻ ആർ ഈസ് സി. ഓക്കെ, മെഷർ ഓഫ് സി. ഓക്കെ, മെഷർ ഓഫ് സി പ്ലസ് മെഷർ ഓഫ് ഫൈ വിച്ച് ഇസ് ഈക്വൽ ടു മെഷർ ഓഫ് സി. സോ നമുക്ക് എന്ത് കിട്ടി? ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വിൽ ഇംപ്ലൈസ് ദാറ്റ് ആർ ഈസ് മെഷറബിൾ. ആർ എന്താണ്? മെഷറബിൾ ആണ്. വിൽ ഇംപ്ലൈസ് ദാറ്റ് എ യൂണിയൻ ആർ ഈസ് മെഷറബിൾ. എ യൂണിയൻ ആർ എന്താണ്? മെഷറബിൾ ആണെന്ന് കിട്ടി. ഓക്കെ, സോ ഓപ്ഷൻ 1 എന്താണ്? ഫാൾസ് ആണ് അല്ലെ? ഓപ്ഷൻ 1 ഈസ് ഫാൾസ്. ഓപ്ഷൻ 1 ഫാൾസ് ആണ്. കാരണം ഒരു പെർട്ടിക്കുലർ ബിക്ക് നമുക്ക് എന്ത് കിട്ടി? എ യൂണിയൻ ബി എന്നുള്ളത് മെഷറബിൾ ആയിട്ട് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തല്ല? ട്രൂ അല്ല, അത് ഫാൾസ് ആണ്. കാരണം 1 and 2 ആർ ട്രൂ എന്നാണ് പറഞ്ഞുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ എന്തല്ല? ട്രൂ അല്ല, അതും ഫാൾസ് ആണ്. തേർഡ് ഓപ്ഷൻ പറയുന്നത് എന്താണ്? 1 ഈസ് ട്രൂ ആൻഡ് 3 ഈസ് ഫാൾസ്, അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടെ ആ ഒരു ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി ഈസ് മെഷറബിൾ ഫോർ സം ബി സബ്സെറ്റ് ഓഫ് ആർ. എ ഇന്റർസെക്ഷൻ ബി ഈസ് മെഷറബിൾ. അപ്പൊ ഇവിടെ നമ്മൾ ഏതായിരിക്കും? ഫോർ സം എന്നാ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ബിക്ക് എടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, ഫോർ സം ബി സബ്സെറ്റ് ഓഫ് ആർ എന്നാ. അപ്പൊ ഏതെങ്കിലും ഒരു ബിക്ക് എ ഇന്റർസെക്ഷൻ ബി മെഷറബിൾ ആയാൽ മതി. അപ്പൊ നമ്മൾ എന്തായിരിക്കും ബി എടുക്കേണ്ടി വരിക? അതായത് നമുക്ക് ഓപ്ഷൻ എന്താണ്? എ പ്ലസ് എക്സ് ഇസ് മെഷറബിൾ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? എ പ്ലസ് എക്സ് ഇസ് മെഷറബിൾ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ എന്നാണ്. അത് ഫാൾസ് ആണെന്ന് തെളിയിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു എക്സിന് എ പ്ലസ് എക്സ് നോൺ മെഷറബിൾ ആണെന്ന് തെളിയിച്ചാൽ മതി. സോ ഞാൻ എടുക്കുന്ന എക്സ് എന്താണ്? ഐ എം ടേക്കിംഗ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ടേക്കിംഗ് എക്സ് ഈക്വൽ ടു 0. എ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് 0 ഈക്വൽ ടു എ which is non-measurable by our assumption, which is non-measurable. So the option 3 is not true. Okay, അപ്പോൾ ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ ആണ് നോക്കേണ്ടത്. സെക്കൻഡ് ഓപ്ഷൻ എന്താണ് ആക്ച്വലി നമ്മൾ എടുത്തത്? എ ഇന്റർസെക്ഷൻ ബി ഈസ് മെഷറബിൾ ഫോർ സം ബി സബ്സെറ്റ് ഓഫ് ആർ. ഏതെങ്കിലും ഒരു സബ്സെറ്റിന്, ആറിന്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റിന് എന്താണെന്ന് തെളിയിച്ചാൽ മതി? മെഷറബിൾ ആണെന്ന് തെളിയിച്ചാൽ മതി ഇന്റർസെക്ഷൻ ബി എന്നുള്ളത്. സോ ബി ഈക്വൽ ടു ഞാൻ എന്തെടുത്തു? 5 എടുത്തു. ഫോർ സം എന്നാണ് പറയുന്നത്. സോ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ 5 ഈക്വൽ ടു 5 എന്ന് കിട്ടി. ആൻഡ് ഈ 5 മെഷറബിൾ ആണെന്ന് തെളിയിക്കണം. കാരണം എ ഇന്റർസെക്ഷൻ ബി ഈസ് മെഷറബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ 5 മെഷറബിൾ ആണ് തെളിയിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു സി സബ്സെറ്റ് ഓഫ് ആർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം? ആ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ? മെഷറബിളിന്റെ കണ്ടുള്ള ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. അത് ചെയ്യും. കാരണം ഈ ഒരു പൊസിഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം? 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വാലിറ്റി നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ദ റിസൾട്ട്. ഇഫ് എഫ് ഈസ് ബൗണ്ടഡ്, ഓക്കെ, തന്നിട്ടുള്ള ഗിവൻ ഇന്റർവെല്ലില് എഫ് ബൗണ്ടഡ് ആണ് ആൻഡ് ആൽഫ ഡാഷ്, ആൽഫയുടെ ഡെറിവേറ്റീവ് റീമാൻ ഇന്റഗ്രബിൾ ആണ്, ദെൻ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ എഫ് ഡി ആൽഫ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, ഇന്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ആൽഫ ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇതിന് വേറെ രീതിയിലും കൂടി പറയാം. ഓക്കെ, എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ബിലോങ്സ് ടു എഫ് ആൽഫ ഡാഷ് ബിലോങ്സ് ടു റീമാൻ ഇന്റഗ്രബിൾ. റീമാൻ ഇന്റഗ്രബിൾസിന്റെ കളക്ഷൻ ആണ് ആർ എന്നുള്ളത്. റീമാൻ സ്റ്റീൽ ജെ ഇന്റഗ്രബിൾസിന്റെ കളക്ഷൻ ആണ് ആർ ഓഫ് ആൽഫ എന്നുള്ളത്. ഓക്കെ, എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്നുള്ളതും എഫ് ആൽഫ ഡാഷ് ബിലോങ്സ് ടു ആർ എന്നുള്ളതും ഒരു ഇക്വാലന്റ് കണ്ടീഷൻസ് ആണ്. ഈ കണ്ടീഷൻസ്, ഈ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഈ രീതിയിലും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ആൽഫ ഡാഷ് ബിലോങ്സ് ടു ആർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? കൃഷ്ണപ്രിയ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇന്റഗ്രൽ എക്സ് പ്ലസ് 1 ഡി സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ ആൽഫ എന്നുള്ളത് സൈൻ എക്സ് ആണ്.
ഓക്കെ, ആൽഫ എന്നുള്ളത് സൈൻ എക്സ് ആണ്. ആൽഫ ഡാഷ് എന്നുള്ളത് എന്താണ്? കോസ് എക്സ് ആണ്. സോ ആൽഫ ഡാഷ് കോസ് എക്സ് എന്താണ്? റീമാൻ ഇന്റഗ്രബിൾ ആണ്. ബിക്കോസ് ആൽഫ ഡാഷ് ബിലോങ്സ് ടു ആർ. ഓക്കെ, ഇറ്റ് ഈസ് റീമാൻ ഇന്റഗ്രബിൾ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൺ കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. എക്സ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ്. ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അതിനെ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് കോസ് എക്സ് അതിനെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ ചെയ്ത് കൊടുക്കുന്നു. എക്സ് ഇൻറ്റു സൈൻ എക്സ് 0 to pi by 2 മൈനസ് ഇന്റഗ്രൽ 0 to pi by 2 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇന്റഗ്രൽ സൈൻ എക്സ്, പ്രൊഡക്റ്റ് റൂൾ ആണ് നമ്മൾ കൊടുക്കുന്നത്, പ്ലസ് ഇന്റഗ്രൽ 0 to pi by 2 കോസ് എക്സ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ ബൈ 2 മൈനസ് 0 കിട്ടും, ദാറ്റ് ഈസ് പൈ ബൈ 2. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ സൈൻ എക്സ് ഈസ് കോസ് എക്സ്. സോ കോസ് എക്സ് 0 to മൈനസ് ഇന്റഗ്രൽ സൈൻ എക്സ് ഈസ് മൈനസ് കോസ് എക്സ്. Okay, integral sin x is minus cos x. So this okay, minus cos x വരും, മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആയി പോവും. ഓക്കെ, ക്യാൻസൽ ചെയ്ത് പ്ലസ് ആയി പോവും. സോ ദിസ് ഈസ് cos x 0 to pi by 2 and this is integral cos x is sin x. So 0 to pi by 2 വരും. This is equal to pi by 2 plus 0 minus 1. Cos pi by 2 0 ആണ്, minus cos 0 that is minus 1 plus 1 minus 0 വരും. സോ മൈനസ് 1 ഉം 1 ഉം ക്യാൻസൽ ആയി പോകും. സോ വി ഗെറ്റ് പൈ ബൈ 2. യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇന്റഗ്രേഷൻ ആയതുകൊണ്ട്, പ്ലസ് 2 ലെവൽ ഇന്റഗ്രേഷൻ ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ബി ഓപ്ഷൻ എന്താണ്? ട്രൂ ആണ്. ചിത്രം വരച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ പറയുന്നത് റിസൾട്ട് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ്. E1 സബ്സെറ്റ് ഓഫ് E2 സബ്സെറ്റ് E3 സബ്സെറ്റ് എക്സെട്ര ആണെങ്കിൽ ലിമിറ്റ് En എന്നുള്ളത് യൂണിയൻ En ആണ്. ദിസ് ഈസ് എ ഡെഫിനിഷൻ ആൻഡ് ഇറ്റ് ഈസ് എ then measure of limit En equal to limit of measure En, that is measure of union En equal to limit of measure of En. Next D option പറയുന്നത് എന്താണ് നോക്കൂ? E1 superset of E2 superset of E3 superset of etc എന്നുള്ളതാണ് അല്ലേ? that is En plus 1 is a subset of En plus 1 is a subset of En. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചിത്രം ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കൂ. E1 ഇവിടെ ഉണ്ട് അല്ലേ? E1 is a superset of E2. ഇതാണ് E2. അങ്ങനെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ യൂണിയൻ എന്താ കിട്ടുക? യൂണിയൻ En, then യൂണിയൻ En is equal എന്നിട്ടും ഇതിന്റെ ഒക്കെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? E1 കിട്ടും അല്ലേ? ഇതിന്റെ ഒക്കെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ സെറ്റ് തിയറി മാത്രം യൂണിയൻ എടുത്താൽ കിട്ടും. സോ മെഷർ ഓഫ് യൂണിയൻ En is equal to മെഷർ ഓഫ് E1 എന്ന് പറയാം. മെഷർ ഓഫ് E1. സോ ഓപ്ഷൻ ഈ ഓപ്ഷൻ എന്താണ്? ട്രൂ ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ട്രൂ, സി ഈസ് ട്രൂ ആൻഡ് ബി ഈസ് ട്രൂ. ഇനി റിസൾട്ട് നമ്മൾ പറയുന്നത് എ എന്നുള്ള റിസൾട്ട് ആണ്. എ എന്നുള്ള റിസൾട്ട് ആക്ച്വലി പറയുന്നത് എങ്ങനെയാണ്? ഇഫ് E1 superset E2 E1 superset of E2 superset etc. നമ്മൾ നേരത്തെ വരച്ച ചിത്രം തന്നെ. E1 E2 etc. and measure of En is finite ആയിരിക്കണം for every n. Okay, measure of En is finite for every n. Less than infinity or finite. Measure of En is finite for every n. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Then measure of intersection En equal to limit n tends to infinity measure of En. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷറും ലിമിറ്റും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ലിമിറ്റ് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, മെഷർ ഓഫ് ലിമിറ്റ് En ഈക്വൽ ടു, ഓർ നിങ്ങൾക്ക് ചിലയിടത്ത് സ്റ്റാർ ഇടുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. മെഷർ ഓഫ് ലിമിറ്റ് En is equal to limit n tends to infinity measure of En. ഓക്കെ, n tends to infinity measure of En. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വലി റിസൾട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞില്ല? ഓപ്ഷനിൽ ഈ ഒരു കണ്ടീഷൻ പറയുന്നില്ല. ഓപ്ഷനിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പറയാത്തടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ അതിന്റെ പ്രൂഫ് കുറച്ച് ലെങ്ത് ആണ്. ആ പ്രൂഫ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ.
ആ ഒരു പ്രൂഫ് പറയുന്നിടത്ത് ഇത് എന്താണ് നെസസറി ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സോ ഓപ്ഷൻ എ ഈസ് ഫാൾസ്.